ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഇതേ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുക. ഹാളുണ്ട്, ആളുണ്ട്, സെമിത്തേരി ഉണ്ട്, പാർക്കിംഗ് ഏരിയ ഉണ്ട്, വണ്ടിയുണ്ട്, കാശ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ സമ്പന്നൻ, ധനവൻ. പക്ഷെ ഇല്ലാത്തത് എന്നാന്നറിയാമോ? ദൈവകൃപയില്ല. ഒരു പണ്ടത്തെ പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് പാടിയാൽ അവൻ കത്തും. ഇപ്പൊ പാട്ടുകാരിൽ നിന്ന് എത്ര പാട്ട് കോറസുകൾ. നിങ്ങളിപ്പോ എല്ലാ പാട്ടുകാരും അല്ല. ഇപ്പോൾ യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദം ഈ ഭൂവിൽ വാസ യേശു എൻ, അങ്ങനല്ലേ ഒരു അത് തീരുന്നതിന് മുന്നേ മുത്തുമയമായി വിളങ്ങും പട്ടണമണാത് പുത്തനെറുചലം പുരന്തത്ര ജോബിത തീ കത്തിക്കായി എന്നാടാ നിങ്ങൾ ആരും ഇതൊന്നും കേട്ടിട്ടില്ലേ? നിങ്ങൾ ഈ ലോകത്തല്ലേ? ഞാൻ തമാശ എന്നാ പറയുന്നേ. എടാ പണ്ടത്തെ പെന്തിക്കോസ് എല്ലാം അറിയത്തില്ലെങ്കിൽ അച്ചാനൊക്കെ അറിയാം. ഞായറാഴ്ച അങ്ങോട്ട് വന്ന് മുടങ്കാലിലിരിക്കും. ആരാധനയ്ക്ക് തുടങ്ങുന്നതിന് മുന്നേ സ്വോത്ര പ്രാർത്ഥനയുണ്ട്. സ്വോത്രത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ ആയി വരുന്നത്. സ്വോത്ര പ്രാർത്ഥന അങ്ങോട്ട് ഇരുന്ന് മുട്ടയിലിരിക്കും. എനിക്ക് വയ്യ മുട്ടയിലിരിക്കാൻ, എന്നാലും കാണിക്കാം. നീ അങ്ങനെയും കണ്ടു പഠിക്കടാ. മുട്ടയിലിരിക്കും. മുട്ടയിലങ്ങോട്ടിരുന്ന് സ്വോത്രം ചെയ്യും. ആരാധനയുടെ അനുഗ്രഹത്തിന് സ്തോത്രം ചെയ്യും. സ്തോത്രം. ദൈവദാസൻ പ്രാർത്ഥിച്ചങ്ങോട്ട് ആരംഭിക്കും. ഒരു പാട്ടങ്ങോട്ട് പാടും. പഴയ രീതിയാകട്ടോ. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം നിന്നെ ആദ്യപിതാക്കന്മാർ വാഴ്ത്തിയപ്പോ, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം നിന്നെ ആദ്യപിതാക്കന്മാർ വാഴ്ത്തിയപ്പോ, വാഴ്ത്തിടും ഞാൻ എന്റെ രക്ഷകനെ എന്നും സ്തോത്രം ചെയ്യും തന്റെ വൻകൃപയ്ക്കാ. ഇതാ പഴയ പെന്തിക്കോസിന്റെ ആരാധന. ഒരൊറ്റ പാട്ട് പാടിയാ മതി, കത്തുവന്ന്. ഇപ്പൊ എത്ര പാട്ട് പാടിയാൽ ആര് കത്താനാ? കത്തണമെങ്കിൽ വയാറ് വല്ലതും കത്തിയെല്ലാം തൊലയണം. എന്താ പറഞ്ഞത്? സർക്യൂട്ട് എന്തുവാ? ഷോർട്ട് സർക്യൂട്ടോ? ഇരിക്കട്ടെ ഇംഗ്ലീഷ്. ഇന്ന് അങ്ങനെയാ കത്തുന്നത്. ആ തീ കത്തട്ടെ. ഏത് തീ? പഴയ അങ്ങനല്ലയോ അച്ചാഞ്ച? അതാ പഴയ പെന്തിക്കോസ്. അല്ല ഇപ്പൊ പാട്ട് യോഗത്തിന് പോയി, സ്ഥലമൊന്നും പറയുന്നില്ല, പ്രാർത്ഥിച്ചങ്ങോട്ട് ഒരു പാട്ട് പാടാ. അപ്പൊ ഒരു തള്ള ചോദിച്ചു ഏതാന്ന്. ഉപദേശിച്ച് പറഞ്ഞു ഏതേലും പാടാൻ. ഉടനെ തള്ള പാട്ട് പാടുക. ഒലിവുമല്ല ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. ഈ തള്ളക്കായി തന്നെ ഒരു യോഗം ആരംഭിക്കുക. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, തള്ള ഇപ്പോഴും ഉണ്ട്, എന്നാലും നമ്മൾ കണ്ടതല്ലേ. അതെ, ഒരു യോഗം തുടങ്ങുമ്പോൾ ഇതാണോ പാടുന്നേ? അവരുടെ ആ പാട്ട് ഒലിവുമല്ല ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. അതിന് ഇവർക്ക് എന്താ ചെയ്തം? വിവരമില്ലാത്ത എടാ, ഒരു ആരാധന തുടങ്ങുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന പാട്ട് പാടണം. മനസ്സിലായോ? ഇന്നാളൊരു സഭായത്തിന് ഞാൻ തുടക്കത്തിൽ പാടുക, പരീക്ഷ എൻ്റെ ദൈവം, ചക്കാട്ടം പോലെ വന്ന് നാട്ടുക. വെളിവൊന്നുമില്ലെന്ന്. ഒരാരാധന തുടങ്ങുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന ഗീതങ്ങളുണ്ട്. അത് സ്തുതിഗീതങ്ങളാ. എത്ര നല്ല പാട്ടുകളാ. പഴയ സഭായത്തിനൊക്കെ വാഴ്ത്തുമെന്നും പരമേശനെ അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിന്മേ. സി.ടി. മത്തായിച്ചന്റെ പാട്ടാ. എന്ത് നല്ല അന്തരീക്ഷം ആ പാട്ട് പാടിയാൽ. അങ്ങനെ എത്ര പാട്ടുകള്. ഇതൊന്നും വെളിവൊന്നും ചിലതിനില്ല.